കർത്തനീ കർത്തനീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. കുഞ്ഞാടേ വാഴ്ത്തുവീൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അളകൂടാതെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നതോർത്ത് സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ആരോഗ്യത്തോടും സുബോധത്തോടും എഴുന്നേൽപ്പിച്ചല്ലോ. അല്പസമയം എൻ്റെ അപ്പൻ്റെ പാദപിടത്തിലൊന്ന് ഇരിപ്പാൻ സഹായിച്ചല്ലോ. ഉള്ളം നിറഞ്ഞടിയനങ്ങയ്ക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്ന കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളുമുണ്ട്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥ, ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം അവിടുന്ന്, ഞങ്ങളുടെ ഉള്ളങ്ങളെ അറിയാവുന്നവൻ അവിടുന്ന്, ഞങ്ങളുടെ പാപങ്ങളും രോഗങ്ങളും വേദനകളും അറിയാവുന്ന ദൈവം അവിടുന്ന്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അടിയങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസ പ്രതികൂലത്തിൽ നിന്നും വിടുതൽ നൽകി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി മാറ്റണമേ കർത്താവേ. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്താലും എവിടെ പോയാലും എൻ്റെ അപ്പച്ചനോട് ആലോചന ചോദിച്ചുകൊണ്ട് നടപ്പാൻ തക്കണം ഞങ്ങളെ അവിടെ നേരിയ കൃപയിൽ നിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ദാനം തന്ന മക്കളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാടുകൾ, അയൽ കുടുംബങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ, അനാഥര വിധവകളെ, രോഗികളെല്ലാം തിരുമുൻപാകം സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് സകലത്തിനും മതിയായ അപ്പച്ചൻ കൂടെ ഉള്ളതോർത്ത് നന്ദി. തവ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ, സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, വിദ്യാഭ്യാസത്തെ മാനിക്കണേ, ജയത്തോടെ അവരെ നടത്തണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഓരോ മക്കളെയും സ്വർഗം അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും അപ്പച്ചൻ നൽകണം. ഉത്തരവാദിത്വവും ഉത്സാഹവും അവർക്ക് കൊടുക്കണം. അവർ പഠിക്കുന്നതൊക്കെ അവരുടെ ഹൃദയത്തിൽ പതിയണം. നന്നായി പരീക്ഷ എഴുതുന്ന നല്ല മാർക്കോടെ പാസ്സാകണം. സ്വർഗം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഡിഗ്രിക്കായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന മക്കൾ, മെഡിസിന് പഠിക്കുന്ന മക്കൾ, കർത്താവേ, OETയും IELTSഉം ജർമ്മനും പഠിക്കുന്നവർ, പ്രൊമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങളെല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിച്ചു തരുന്ന നാഥ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണേ. ബുദ്ധിമണ്ഡലത്തെ പ്രകാശിപ്പിക്കണേ. ഓർമ്മശക്തി കൊടുക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതുവാൻ, നല്ല ജയം കരസ്ഥമാക്കുവാൻ, അവരാഗ്രഹിച്ച സ്ഥാനത്ത് എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ അപ്പച്ചനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുകയാണ്. എല്ലാ വഴിയും അതിൽ ഞങ്ങളുടെ മുൻപിൽ കുഞ്ഞു കർത്താവ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഉപജീവനമാർഗത്തിൻ്റെ വകയെ ആഗ്രഹിക്കുന്ന മക്കൾക്ക് തുറന്നു കൊടുക്കണേ അപ്പാ. ഭാരപ്പെടുവാൻ സമ്മതിക്കലെന്നടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് നൽകിത്തരാവുന്ന വചനമുണ്ടല്ലോ കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ചോദിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ എൻ്റെ തമ്പുരാനവർക്ക് അത്ഭുത വഴി തുറക്കണമെന്നടി അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കട്ടെ. കർത്താവ്, തക്ക തുണയെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കണം. അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണം. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണം. ദൈവമായ കർത്താവ്, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഓരോ കുടുംബത്തെയും ഏൽപ്പിക്കുകയാണ്. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞ് സന്തോഷം, സമാധാനം, സമൃദ്ധി, ദൈവകൃപ എല്ലാം കൊടുത്ത്
ഓരോ കുടുംബത്തെയും നിയന്ത്രിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബവും ചിന്ന ഭിന്നമായിപ്പാൻ സമ്മതിക്കല്ലേ കർത്താവേ. സന്തോഷത്തോടെ ജീവിപ്പാനുള്ള മുഖാന്തരം സ്വർഗം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കട്ടെ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ കഴിവുള്ള അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭവനമില്ലാത്ത മക്കളെ ഏൽപ്പിക്കട്ടെ. തലചായ്ക്കാൻ ഭവനം കൊടുക്കണമേ. ഭവനം പണിയുന്ന മക്കളെ സമർപ്പിക്കട്ടെ. അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. അതിൻ്റെ നടുവിലെ ആവശ്യങ്ങളുടെ നടുവിൽ ഓരോ മക്കളെയും കർത്താവ് കരുതണമേ എന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാ. മാസം തികയോളം കൂടിയിരിക്കണം. സുഖപ്രസവം നൽകണം. ഉന്നമില്ലാത്ത പൈതലിനെ കൊടുക്കണം. എല്ലാ ക്ഷീണം ഭാരം അസ്വസ്ഥതകളും കുഞ്ഞുങ്ങളെ വിടുവിക്കണേ അപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. കുഞ്ഞുങ്ങളില്ലാതെ ഭാര്യപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. നാഥ അവരുടെ നിന്നെ ഒന്ന് ഉരുട്ടി മാറ്റണമേ. അവരുടെ കണ്ണുനീരിനെ ഒന്ന് തുടയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കോണം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തലമുറ നൽകി അനുഗ്രഹിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയ മക്കളെയും സമർപ്പിക്കുക കർത്താവേ. ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതിയ നന്മയും സന്തോഷം നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗവും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ആരുടെയും മുമ്പിൽ തലകുനിക്കുവാൻ, ആരുടെയും മുമ്പിൽ കൈനീട്ടുവാൻ ആരെയും അനുവദിക്കല്ലേ കർത്താവേ. നീ കരുതുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങൾ സകല ചിന്താകലും അങ്ങയുടെ മേലിട്ട് തരിക. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നപ്പോൾ അവരുടെ ചെറുതും വലുതുമായ ഓരോ ബിസിനസ്സും സ്വർഗം അനുഗ്രഹിക്കണം. വലിയൊരു നന്മ ഈ 25 തൻ്റെ മക്കൾക്ക് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കളെയും കർത്താവ് കാത്തോണേ അപ്പാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമായ കർത്താവ് ഓരോ കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ഉപജീവനമാർഗ്ഗത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഹല്ലേലൂയ കർത്താവേ സ്തോത്രം 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 കർത്താവേ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾ, അലമുറയിട്ട് കരയുന്ന കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത് ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പച്ചൻ്റെ പക്കൽ ആ ദാനം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഈ സമയം ഞങ്ങളുടെ രോഗികളുമായ തിരുമുൻപാകെ കടന്നു വരുന്നു. രോഗികൾക്ക് വൈദ്യനും രോഗം നീക്കമായിരുന്നു എൻ്റെ അപ്പച്ചനാപ്പാ. എല്ലാ രോഗികളെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആണിപ്പഴുതുള്ള കരം ഓരോ മക്കളുടെ മേലും വയ്ക്കണമേ അപ്പാ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല കർത്താവേ. ഞങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ രോഗങ്ങളെയും ഓരോ വ്യക്തി ജീവിതങ്ങളെയും സ്വർഗത്തിലെ അപ്പച്ചൻ അറിയുന്നല്ലോ. സ്നേഹത്തിൻ്റെ കരമൊന്ന് ചാർത്ത് പിടിക്കണമേ. കാൽവർക്കുസിലെ ഒരു തുല്യ രക്തമൊന്ന് കുത്തിവെക്കണമേ. ആമൻ അവിടുന്ന് ഒരു വാക്ക് കൽപ്പിക്കണമേ. ആ അടിപ്പിണരാനുള്ള സൗഖ്യം ഹല്ലേലൂയ കടന്നു ചെല്ലട്ടെ കർത്താവേ. ഓരോ മക്കളും സൗഖ്യം പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, വലിയ സാക്ഷ്യങ്ങളെ കരയേറ്റുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ ഇടയാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ചുറ്റുപാടുകളെ അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ. വാർദ്ധക്യത്തിലായിരിക്കുന്നേ കാത്തോളണേപ്പാ. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലൊക്കെ കഴിയുന്ന ജീവിതങ്ങളുണ്ട്. അവരെ പൂർണ്ണമായും വിടുവിക്കണമേ കർത്താവേ. പൂർണ്ണ വിടുതലും ആശ്വാസവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ഈ സമയം ആശുപത്രി മുറികളിലായിരിക്കുന്ന ഓരോ രോഗികളെയും ഓർക്കുന്ന. ഐസിയുലും സിസിയുലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്നവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, കർത്താവ് കൈകാൾക്ക് ബലമില്ലാത്തവർ, ഹല്ലേലൂയ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഹല്ലേലൂയ സമാധാനപ്രദമായി സൗഖ്യദായകനായി ഓരോ മക്കളോടും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിന് ലിവറിന് കുഴപ്പമുള്ളവരെ, ഉദരസംബന്ധമായ രോഗമുള്ളവരെ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവരെ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരെ, ഉറക്കമില്ലാത്ത ജീവിതങ്ങളെ, മാനസികമായ വിഭ്രാന്തിയിലൂടി കടന്നു പോകുന്നവരെ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരെ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവരെ എല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. നാഥാ സഹായിക്കണം, അത്ഭുതം ചെയ്യണം, വിട്ടുവയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിൻ്റെ നാമം. ഈ നാമം വളരണം, ഈ നാമം ഉയരണം. എല്ലാം കർത്താവ് ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ. അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം 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 സ്തോത്രം.